എൻ്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ജസ്ന സലീമിനെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ. എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കമൻറ്റുകളിട്ട് ആ കുട്ടിയുടെ മാനസിക നില തകർക്കണത്? സത്യം പറഞ്ഞാൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അത് ജീവിച്ചു പോട്ടെ. അത് കൃഷ്ണൻ്റെ പടം വരച്ച് കുഞ്ഞുനാളിലെ മുതലേ അത് കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു, അതിനെ വരച്ച് വിൽക്കുന്നു. വിറ്റ് ആ കുട്ടി 30,000 35,000 ഒരു പടം വരയ്ക്കുമ്പോൾ അത് കിട്ടും. അതിൻ്റെ തൊഴിലല്ലേ, അത് ചെയ്ത് ജീവിച്ചോട്ടെ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ കയറുന്നെന്ന് പറയുന്നു. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ആ കുട്ടി കയറുന്നതിന് എന്താണ് കുഴപ്പം? ഗുരുവായൂർ അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ തന്നെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്തുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പിന്നെ അതുപോലെ റീൽസ് എടുത്ത ഗുരുവായൂർ അമ്പലത്തിനകത്ത് കൃഷ്ണൻ്റെ വിഗ്രഹത്തിലൊക്കെ മാല ചാർത്തുന്ന റീൽസ് എടുക്കുകയോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇത്തിരി നടന്നിങ്ങനെ റൗണ്ട് അടിച്ച് അമ്പലത്തിനകത്ത് ഇത്തിരി കറങ്ങിയൊക്കെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? സഹോദരി സഹോദരന്മാരെ, നിങ്ങളൊന്ന് പറയൂ. ജസ്ന ജീവിച്ചോട്ടെ. ആ കുട്ടി കൃഷ്ണൻ്റെ പടം വരച്ച് വിറ്റൊക്കെ വേണം. ഉമ്മയും വാപ്പയൊക്കെ ഹജ്ജിന് കൊണ്ടുപോകണം. അതിന് പടം വിറ്റ് നിങ്ങളെല്ലാവരും വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി നമ്പരൊക്കെ എല്ലാവർക്കും ഇട്ട് കൊടുത്തു. സോഷ്യൽ മീഡിയ വഴി അതിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അത് എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അതിന് ഇരിക്കപ്പൊറുതി ഇല്ല. അവിടെ ഇരിക്കുമ്പോൾ കോള് വരുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ കോള് വരുന്നു. കഷ്ടം തന്നെ കേട്ടാ നിങ്ങളൊക്കെ ഈ കാണിക്കണത്. ഒന്ന് നിങ്ങളുടെ ഈ കമൻ്റ് ഇടുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ ഈ ഫോൺ കോളൊക്കെ വിളിക്കണവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ എന്തിനാണ് ഒരു പാവം കുട്ടി അത് ജീവിച്ചു പോട്ടെ, അതിനെന്തിനാണ് ഇങ്ങനെ നിരന്തരം നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണത്? അത് ഒരു പള്ളിയിലൊന്നും അല്ലല്ലോ, ഒരു പള്ളിക്കകത്തൊന്നും ഒരു മുസ്ലിം കുട്ടിയാണ്. അത് കൃഷ്ണൻ്റെ പടം വരച്ചെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഒരു ഇതുണ്ടോ? അത് മുസ്ലിം പള്ളിക്കകത്തൊന്നും അല്ലല്ലോ കയറി വീഡിയോ എടുക്കണതും. പള്ളിക്കകത്ത് കയറി അത് ആ കുട്ടി കേക്ക് കട്ട് ചെയ്യുന്നില്ല. കൃഷ്ണനെ ഒരുക്കി നിർത്തിയിട്ട് ആരെയാണോ ആവോ എന്തോ ഒന്നും അറിയാൻ വയ്യ. കൃഷ്ണനെ ഒരുക്കി ഇരുത്തിയിട്ട് നമ്മുടെ രാധയെ പോലെ ചെന്ന് ഇങ്ങനെ അടുത്ത് നിന്ന് ആ കൃഷ്ണനുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും പല പോസിലൊക്കെ വീഡിയോയൊക്കെ നമുക്ക് കാണാനിടയായി. ഇതെല്ലാം ചെയ്യണത് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിലൂടെ അല്ലേ? നിങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെന്തിനാണ് നിങ്ങളിങ്ങനെ കമൻ്റൊക്കെ ഇടുന്നത്? ആ കുട്ടി പറയണ വാക്ക് കേൾക്കാൻ വിഷമിച്ച് പറയുന്നതാണ്. കുട്ടിക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ആ കുട്ടി കഴിഞ്ഞു പോണത്. അപ്പോൾ അതിന് ജീവിക്കണ്ടേ? നിങ്ങളൊന്ന് വെറുതെ വിടൂ. ഇത്തിരി അമ്പലത്തിനകത്ത് കയറി റീൽസ് എടുക്കുകയോ കേക്ക് കെട്ടുകയോ ഒക്കെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എന്താണ് കുഴപ്പം? അത് ക്യാമറാമാനും ഉണ്ട് ഇങ്ങനെ നിന്ന് പകർത്തിയാണ് ആ അമ്പലത്തിനകത്ത് ചെയ്ത് കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ പിടിക്കുന്നത്. ക്യാമറാമാൻ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് കേൾക്കാം. കുട്ടി ജീവിക്കട്ടെ. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം, ഞാൻ ജസ്ന സലീം. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു, ഒരു മുസ്ലിം മതസ്ഥയായിട്ട് ജനിച്ച് ഈ കാണുന്ന കണ്ണനെ വരച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം, അല്ലാതെ മുസ്ലിം കുട്ടി എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. കണ്ണനെ വരയ്ക്കുന്ന ഒരു മുസ്ലിം കുട്ടി എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. പടം വരയ്ക്കുന്നത് കൊണ്ടോ അത് വിൽക്കണത് കൊണ്ടോ ഒന്നും അവർക്ക് മറ്റുള്ളവർക്കും മറ്റു മതത്തിലുള്ളവർക്കും ആയിരുന്നാലും മുസ്ലിം മതത്തിലുള്ളവർക്കായിരുന്നാലും ഒന്നും ആരും പറയാനില്ല. പക്ഷെ നിൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് ജനങ്ങൾ പറയണത്. നീ ഇപ്പം കൃഷ്ണനെ പടം വരച്ചുകൊണ്ട് ഒരാളിന് അത് സെയിൽ ചെയ്യണതോ ഒന്നും ആർക്കും ഒരു കുഴപ്പവും ഇല്ല. അത് നിൻ്റെ ഉപജീവന മാർഗമായിരിക്കും. കുഞ്ഞുനാളിലെ നീ വരയ്ക്കണതായിരിക്കും. പക്ഷേ അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ പടവും കൊണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറിയിട്ട് വേറെ ഒരു ക്യാമറാമാനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് അത് ഞാൻ ഇങ്ങനെ ചെയ്യണ വീഡിയോ പകർത്തു, ഞാൻ ഇങ്ങനെ നിൽക്കണ വീഡിയോ പകർത്തു, ഞാൻ കേക്ക് കട്ട് ചെയ്യണ വീഡിയോ പകർത്തു എന്നും പറഞ്ഞും കൊണ്ട് കൃഷ്ണ വിഗ്രഹത്തിനകത്തൊക്കെ കയറി വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി അങ്ങനെ ചെയ്യണത് കണ്ടായിരുന്നോ? പോരെങ്കിൽ നമ്മുടെ ജാസ്മിൻ ജാഫർ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അമ്പലക്കുളത്തിൽ പോയി കാല് കഴുകി ആ കുട്ടിക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി. അവൾ പിന്നെ വന്നില്ലായിരുന്നല്ലോ. എന്നാൽ നിങ്ങൾ എല്ലാവരും കിടന്ന് നിരന്തരം ഉപദ്രവിക്കുന്നുണ്ട്. എന്തിന്? ഞാൻ കൃഷ്ണനെ വരച്ച് വിൽക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളിതേ ഈ നടയിലേക്ക് ഒന്നായിട്ട് നോക്കിയേ, എല്ലാ ഷോപ്പിലും കൃഷ്ണ ഫോട്ടോസ് ഉണ്ട്. അവരൊക്കെ
ഒക്കെ അത് വിൽപ്പന നടത്തിയിട്ട് തന്നെയാണ് അവരുടെ കുടുംബം. ഓ, അവരൊക്കെ കൃഷ്ണന്റെ ഫോട്ടോ അവിടെ മൊത്തം വെച്ചിട്ടുണ്ട്. അവരൊക്കെ അത് വിൽപ്പന നടത്തിയിട്ടാണ് അവരുടെയൊക്കെ ഉപജീവന മാർഗം നോക്കണത്. പക്ഷേ അവര് അതിൻ്റെ മര്യാദയ്ക്കാണ് അവിടെ ഇരുന്ന് വിൽക്കണത്. നീ അങ്ങനെ അല്ലല്ലോ. നീ അവിടെ ചെന്നിട്ട് ഞാൻ ഇനി പറയണ്ടല്ലോ എന്താണ് അവിടെ കാണിച്ചു കൂട്ടണ. അതിനകത്ത് പോയിട്ട് വീഡിയോ പകർത്തിയില്ലേ, എത്രയോ വീഡിയോ പകർത്തി ജസ്നയുടെ യൂട്യൂബ് ചാനലിലിട്ട്. പക്ഷേ ജസ്ന ആ ചെയ്യുന്നത് ജസ്നയ്ക്ക് റീച്ചിന് വേണ്ടിയിട്ടും കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടും. പിന്നെ അതുപോലെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് കൊണ്ട് ജസ്നയ്ക്ക് ഒരു വിഷമവും ഇല്ല. ജനങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴാണ് ജസ്ന വൈറലായി പോണത് എന്നാണ് ജസ്ന പറയണത്. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോളൂ. ഇപ്പോൾ പബ്ലിക്കായിട്ട് നമ്പറുകൾ കൊടുത്ത് ഇപ്പോൾ ഓരോരുത്തരും ജസ്നയെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ ഫുള്ളൊന്ന്. അതേപോലെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഒരു കൃഷ്ണനെ വരച്ച് അത് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്ത് ജീവിക്കുന്നതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? ഞാനൊരു മുസ്ലിം മതസ്ഥയാണ് എന്നായിരുന്നല്ലോ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മതത്തെ ഞാൻ ഉപേക്ഷിച്ചു. പൊന്നി ജസ്ന, നീ വീട്ടിലിരുന്നും കൊണ്ട് ഒരു കൃഷ്ണനെ വരച്ചുകൊണ്ട് അത് സെയിൽ ചെയ്യുന്നതിന് ആരും ഒന്നും പറയാറില്ല. അറിഞ്ഞത് ഇത്രയോ ഉള്ളൂ. അത്രയ്ക്കും പ്രശസ്തി കേട്ട ഒരു അമ്പലത്തിനകത്തും വെളിയിലും റൗണ്ട് അടിച്ചിട്ട് വീഡിയോ പകർത്തുകയും ആവശ്യമില്ലാത്ത രീതിക്ക്, സത്യം പറയാൻ ഏതൊക്കെ മോഡലിലാണോ അങ്ങനെയൊക്കെ ചെയ്യണത് തെറ്റാണെന്നാണ് മുസ്ലിം സഹോദരന്മാരായ ജനങ്ങളും മൊത്തം അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പോലും അത് എന്തുകൊണ്ട് ചെയ്യണില്ല. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കണ കമൻ്റ് ഇടുന്നത്. അതുകൊണ്ടാണ് ജസ്നയെ ഇഷ്ടപ്പെടാത്ത രീതിക്ക് ആളുകൾ കമൻ്റ് ഇടുന്നത്. അതിൻ്റെതായ രീതിക്ക് ചെയ്യണ്ടെന്ന് ആരും പറയുന്നില്ല. എന്നിട്ട് നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. മുസ്ലിം മതത്തെ ഉപേക്ഷിച്ചു വന്നു. നീ മുസ്ലിം മതസ്ഥരായിട്ട് ഇരുന്നും കൊണ്ട് കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. അത് അവരൊരു കഴിവാണ് കൃഷ്ണനെ വരയ്ക്കണത്. അതിപ്പോൾ ഹിന്ദു മതസ്ഥരിലുള്ള സഹോദരങ്ങളായിരുന്നാലും അവരാരും ഒന്നും നിന്നെ പറയുന്നില്ല. നീ വരച്ചോ, നിൻ്റെ ഉപജീവന മാർഗമാണ്, വരച്ചോ, അതിനൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വേണ്ടാത്ത കോലാഹലങ്ങൾ അമ്പലത്തിനകത്തൊക്കെ കയറി കാണിക്കുന്നത് കൊണ്ടല്ലേ ഈ പറയണത്. എന്നിട്ട് ഇരുന്നും കൊണ്ട് ചാനലിലൂടെ തന്നെ അതെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ആ ചാനലിലൂടെ ഇരുന്നും കൊണ്ട് മറ്റുള്ള മതക്കാരെ ഇരുന്ന് ആക്ഷേപിക്കുന്നത് കൊണ്ടൊക്കെയാണ് പറയണത്. അതിന് മാന്യമായ രീതിക്ക് വരച്ചിട്ട് സെയിൽ ചെയ്തു. അതിന് ആർക്കും ഒരു കുറ്റവും ഇല്ല. നിങ്ങൾ തന്നെ നോക്കട്ടെ, ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് നോക്കിയാൽ മതി, അനേകം കൃഷ്ണന്മാരുണ്ട്, അനേകം കണ്ണന്റെ ഫോട്ടോസ് ഉണ്ട്. അവരൊക്കെ ആ ഫോട്ടോ സെയിൽ ചെയ്തിട്ടാണ് അവരുടെ കുടുംബത്തിലേക്ക് അരിയാഹാരം വാങ്ങുന്നത്. ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് കൃഷ്ണൻ്റെ ഫോട്ടോസുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കൂ ജനങ്ങളെ. അവരിങ്ങനെ കൊണ്ട് നടന്നിട്ട് ആ അമ്പലത്തിനകത്ത് കയറിയിട്ട് അവർ കേക്ക് കട്ട് ചെയ്യണം. അവരൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ കടകളിൽ വെച്ച് വിൽക്കുന്നതല്ലേ ഉള്ളൂ. നിൻ്റെ കണക്ക് ഒരു തെമ്മാടിത്തരവും കാണിക്കുന്നില്ല. നീല മര്യാദ ഇല്ലാത്ത രീതിക്ക് കാണിക്കുന്നത് കൊണ്ടല്ലേ. ഞാനും അതേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃഷ്ണന്റെ മണ്ണിൽ വെച്ച് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ഇനിയെങ്കിലും എന്നെ ജീവിക്കാൻ അനുവദിക്കാം. ഞാൻ ഒരു ദ്രോഹം നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ വരുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ചെന്ന് നിന്നിട്ടാണ് കുട്ടി തൊഴുതു പറയുന്നത്, എന്നെ ഉപദ്രവിക്കരുത്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. അവിടെ ചെന്ന് നിന്ന് തൊഴുതു പറഞ്ഞാലേ കാര്യമുള്ളൂ. അല്ലാതെ വേറെ എവിടെ വീട്ടിലായാലും ഇരുന്ന് പറയാമല്ലോ എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യൂല. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറുകയോ അവിടെ ചെന്ന് റീൽസ് ഇടുകയോ കേക്ക് കട്ട് ചെയ്യുകയോ അതുപോലെ മറ്റുള്ള മതക്കാരെ ആക്ഷേപിക്കണക്കോ ഒന്നും ഞാൻ ചെയ്യൂല എന്ന് വീട്ടിലിരുന്നായിരുന്നാലും പറയാമല്ലോ. ഇത് ഗുരുവായൂർ നടയിൽ പോയിട്ട് അവിടെ ചെന്ന് റീൽസ് എടുത്ത് ബാക്കിയുള്ളതും ഒക്കെ കോപ്രായത്തരങ്ങൾ കാണിച്ചിട്ട് സ്വന്തം ചാനലിലൂടെ അത് പോസ്റ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കണം നീ. മറ്റുള്ളവർക്കത് ദേഷ്യം തന്നെയാണ്, മറ്റുള്ള മതക്കാർക്ക് ദേഷ്യം തന്നെയാണ്. അപ്പോൾ നിൻ്റെ മനസ്സിലെ ഉദ്ദേശം രണ്ട് മതങ്ങളെയും തമ്മിൽ അടുപ്പിക്കണം, ഈ ഒരു ചിന്തയാണ് ഉള്ളത്. ഇല്ലാത്ത കേസ് എന്റെ നേരത്തെ കെട്ടിവെക്കുമ്പോൾ ഒന്നോർക്കുക, ഇവിടെ കിടന്ന് ഗുരുവായൂരപ്പൻ എല്ലാം കാണുന്നുണ്ട്. ഈ ചെയ്യുന്നവർക്കൊക്കെ ഒരു ദിവസം ഗുരുവായൂരപ്പൻ തിരിച്ചു കൊടുക്കുന്നുള്ളതും കർമ്മ എന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ
അപ്പോൾ വേറെ ആരിലും വിശ്വാസമില്ല. ആ ഹിന്ദു മതസ്ഥരായ അവർ വിശ്വസിക്കുന്ന ആ ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്നാണ് ജസ്ന സലീം പറയണത്. ജസ്നയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കണ്ണൂരുള്ള ഒരു പാർട്ടിയുടെ ഏതോ സലീമിൻ്റെ കൂട്ടുകാരൻ്റെ അങ്ങനെ എങ്ങാണ്ട വീട്ടിൽ വേറെ ഒരു പടവുമല്ല, കൃഷ്ണൻ്റെ പടവും വരച്ച് കൊണ്ടുപോവേണ്. വേറെ ആർക്കും അല്ല, സലീമിന് കൊടുത്തു വിടാനാണ് ദുബായിലേക്ക്. സലീമിൻ്റെ കൂട്ടുകാരനോ ആരോ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പയ്യനെ, ഒരു ഡ്രൈവറേയും കൊണ്ടൊക്കെ പോകുന്നുണ്ട്, വണ്ടിയിലാണ് പോണത്. അപ്പോൾ പോയ വഴിക്ക് ആ പയ്യനിരുന്ന് ഏതോ ഒരു സൗണ്ട് എന്തോ അതിനകത്തിരുന്ന്, ആ വണ്ടിക്കകത്തിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ സൗണ്ട് എനിക്ക് തോന്നണ് മുമ്പ് ഈ ജസ്ന സലീമിൻ്റെ ഒരു വോയിസ് കേൾപ്പിച്ച്, എൻ്റെ ഇക്കാക്കാരെ വോയിസ് കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കേൾപ്പിച്ച ഒരു വോയിസാണ് എനിക്കതിൽ കേട്ടത്. ഈ പയ്യൻ്റെ വോയിസ് ആയിട്ടാണ് എനിക്കതിൽ തോന്നിയത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ മലപ്പുറംകാരെ വെറും ഒരിതാക്കിക്കൊണ്ട് മലപ്പുറത്തുള്ള ആരോ ജസ്നയുടെ നമ്പറിൽ വിളിച്ചു. ജസ്ന ഈ കൃഷ്ണൻ്റെ പടം വിൽക്കാനായിട്ട് നമ്പർ പബ്ലിക്കാക്കി ഇട്ടപ്പോൾ അതിൽ ഓരോരുത്തരും ജസ്നയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ആരാധകർ. അങ്ങനെ കണ്ണൂരങ്ങണ്ടേക്ക് ആ കൃഷ്ണൻ്റെ പടവും കൊണ്ട് പോകുന്ന സമയത്ത് ആരാധകരെടുത്ത് എനിക്കിനി അവിടെയെങ്ങും വരാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ പോയിട്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോ ആരാധകരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരാധകൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേൾക്കാം. കോഴിക്കോട്. എന്തായിരുന്നു കാര്യം? മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കിയാൽ മതി. എന്തിന്? എന്താട് കണ്ടിട്ട്? ഒരു റീല് കണ്ടായിരുന്നു. റീല്? ഏത് റീല്? ഒരാളെ കാര്യം ഏൽപ്പിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആരെ കാര്യം ഏൽപ്പിച്ചായിരുന്നു? അങ്ങനെ റീല് കണ്ടോ, നമ്പർ കണ്ടു. അപ്പൊ അങ്ങനെ വിളിച്ചായിരുന്നു. ആരെ കാര്യം ഏൽപ്പിച്ചു എന്ന്? നമ്പർ കണ്ടുകൊണ്ട് ആരാധകർ വിളിക്കണതാണ്. സ്നേഹ ഒലിപ്പീര് സ്വരത്തിലൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്. ജസ്ന സലീമിന് ഭയങ്കര ആരാധകരാണ്. ഇതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ജനങ്ങൾ വിളിക്കണം, അതിന് വേണ്ടിയിട്ട് നമ്പർ പബ്ലിക്കാക്കി, ഫോട്ടോ വിൽക്കുന്ന പറ്റും പറഞ്ഞൊക്കെ പബ്ലിക്കാക്കി. അങ്ങനെ ആരാധകരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആരെയും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല. എന്തിനാ ഇപ്പൊ മീറ്റ് ചെയ്യുന്നത്? ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളിനെ കണ്ടൊന്ന് സംസാരിക്കണം, അതുകൊണ്ട് ആരാധകന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചതിൽ എന്താ ഇത്ര ഗൗരവം? എന്നോട് കാണാനും സംസാരിക്കാനും ആഗ്രഹം. ഇപ്പോഴിങ്ങനെ ഒരുപാട് ആരാധകന്മാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വേറൊരു ആരാധകനല്ലല്ലോ, വേറൊരു ആരാധകനെ സ്നേഹം ഒലിപ്പിച്ച് വിളിക്കുകയാണ്. മോശമായിട്ട് ഞാൻ തിരിച്ച് സംസാരിച്ചു. മോശമായിട്ട് സംസാരിക്കാതെ എനിക്ക് വയ്യ, എനിക്കിതൊന്നും കേൾപ്പിക്കാൻ വയ്യ. ആരാധകര് ഇങ്ങനെയൊന്നും അല്ല, ആരാധകര് സ്നേഹിച്ചങ്ങ് കൊല്ലാണ്. ഇത് ഇങ്ങനെയൊന്നും അല്ല. കേട്ടാ നമ്മള് അറം പറ്റിയ ആരാധകർ വരെ ഉണ്ട്. അയ്യോ, ഇത് വല്ലാത്തൊരു ആരാധകർ തന്നെ. എൻ്റെ പൊന്ന് ജസ്ന, നീ ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ എടുത്ത് ഈ സംസാരമൊക്കെ ഓരോരുത്തർ ഫോൺ വിളിക്കുന്നത് വരെ നീ എടുത്ത് ഇടുന്നുണ്ട്. ഇത് നാറ്റ കേസാണ്. വല്ല ആവശ്യമുണ്ടാ? പിന്നെ ആരെങ്കിലും വല്ല പറഞ്ഞിട്ടിരുന്നും കൊണ്ട് അവർ കമൻ്റ് ഇട്ട് എന്ന് പറഞ്ഞിട്ട് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോൾ അവർ വിളിക്കണത് വരെ എടുത്ത് റീച്ചിന് വേണ്ടിയിട്ട് എടുത്ത് പബ്ലിക്കാക്കി. ജസ്നയെ സ്നേഹിക്കുന്ന ആരാധകർ ഇങ്ങനെ വരിവരിയാ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, ഓരോ സ്ഥലങ്ങളിൽ നിന്നും, പോരെങ്കിൽ തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്പർ എടുത്ത് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴത്തേക്ക് നല്ല ഭാഷകളൊക്കെയാണ് വിളിക്കുന്നത്. നല്ലതെന്ന് പറഞ്ഞാൽ ജസ്നയെ സ്നേഹിക്കണവരാണല്ലോ. അപ്പോൾ അവർക്ക് ഭയങ്കര ജസ്നയുടെ അടുത്ത് ആരാധന മൂത്ത് ഇങ്ങനെ ആരാധന ഒഴുകി വരുമ്പോൾ ജസ്നയെ നല്ല
നല്ലതുപോലെ മോളെ, മക്കളെ, പൊന്നെ, കണ്ണേ, മുത്തേ, സ്വർണ്ണേ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. ഒരുപാട് പേരിങ്ങനെ വിളിക്കുന്നതെല്ലാം ജസ്ന എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ജസ്നയുടെ യൂട്യൂബ് ചാനലിലൂടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ജസ്നക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ജസ്ന ഇങ്ങനെ വൈറലായി മുകളിലോട്ട് പോകുന്നതാണ്. അപ്പം ഇനി അതുപോലെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ജസ്ന പറയണത്. വിളിക്കുമ്പോൾ എടുത്ത് ജസ്നക്ക് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നല്ല സ്നേഹത്തിലാണ് കേട്ടോ. ആരാധന മൂക്കുമ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഉമ്മായെയും വാപ്പായെയൊക്കെ വിളിച്ചെന്നിരിക്കും, ചിലപ്പോൾ വേറുള്ള ഭാഷകളൊക്കെ സംസാരിച്ചെന്നിരിക്കും. അതൊന്നും ജസ്നക്കൊന്നും ഒരു വിഷയവും ഇല്ല. അപ്പം നിങ്ങൾ ഇനിയും ജസ്ന സലീമിന് ഇങ്ങനെ കോളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ജസ്ന സലീമിനെ ആരാധിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ.